ഹലോ നീറ്റ് ആസ്പിരൻസ്, മൈ ഡിയർ റിപ്പീറ്റേഴ്സ്. മക്കളെ, ഇപ്രാവശ്യം നീറ്റിന് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഇല്ല. 180 മാർക്കിനായിരിക്കും പരീക്ഷ നടത്താൻ പോകുന്നത്. നോക്കൂ, നമ്മൾ ഇപ്രാവശ്യം തുടക്കം മുതൽ തന്നെ ഒരുപാട് ആശങ്കകൾക്കിടയിലൂടെയായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത്. എക്സാം എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യപ്പെടുക, ഓൺലൈനാണോ ഓഫ്ലൈനാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങൾ 2 ഫേസ് ഉണ്ടാവുമോ ഒക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു. ഓരോന്നായി ദൂരീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവസാനം നമുക്കുണ്ടായിരുന്ന കൺസേൺ ആണ് ഇപ്രാവശ്യം ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമോ എന്നുള്ളത്. നോക്കൂ, ഇന്നത്തെ ദിവസം NTA ഇതാ ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നു, മുൻ വർഷങ്ങളിലെ പോലെ, കഴിഞ്ഞ വർഷമൊക്കെ നടന്ന പോലെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് 180 ക്വസ്റ്റ്യൻ ആയിരിക്കും പരീക്ഷ നടത്തുക. 45 ഫിസിക്സ്, 45 കെമിസ്ട്രി, അതുപോലെ 90 ബയോളജി, 45 ബോട്ടണിയും സോളജിയും അടക്കം 90 ബയോളജിയുമുള്ള പരീക്ഷയായിരിക്കും ഇപ്രാവശ്യം നടക്കുകയെന്ന് NTA കൃത്യമായിട്ട് ഇന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കൂ, അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മുടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മുടെ സെൻറ്ററുകളെല്ലാം തന്നെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന പാറ്റേണൊക്കെ ഓപ്ഷണൽ ഒഴിവാക്കിയിട്ടായിരിക്കും നടക്കുക. ആ കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു സംശയം ദൂരീകരിച്ച് കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മുടെ കൺസേൺ, ഇത് നമുക്ക് ബുദ്ധിമുട്ടാവോ ഇല്ലയോ, അല്ലേ, നമ്മുടെ പരീക്ഷ കൂടുതൽ എന്താ പറയുക, നമ്മുടെ റാങ്കിനെ ബാധിക്കുമോ, ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു തീരുമാനമാണോ ഇതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇത് യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ നല്ലൊരു തീരുമാനമാണെന്ന്. കാരണം എന്താണെന്നറിയോ, ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ കൂടുതൽ കുട്ടികൾക്ക് ഒരേ മാർക്ക് കിട്ടാനും ഒരേ മാർക്കുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഫുൾ മാർക്കും ഹൈ ലെവൽ മാർക്കുകൾ ഒരുപാട് വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ വർഷം സംഭവിച്ച പോലെ റാങ്ക് ഡിസ്ട്രിബ്യൂഷനിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാനും, കുട്ടികൾക്ക് മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കിട്ടുന്നത് അവർക്ക് ഒരേ മാർക്ക് കിട്ടിയിട്ടും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കിട്ടാതിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം. ഈ പ്രാവശ്യം ഇതുവരെ നടന്ന JEE എക്സാമുകളുടെ പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാം കുറച്ചൊന്ന് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച്, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായിട്ടുള്ള എക്സാമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറയേണ്ടതല്ല, എന്നാലും ഒരു കാര്യം പറയാം, ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാം ഇത്തിരി കൂടെ സ്റ്റാൻഡേർഡ് ആയിരിക്കും. കഴിഞ്ഞ വർഷത്തെ ആ ഒരു ലെവലിനേക്കാൾ ഇത്തിരി കൂടെ സ്റ്റാൻഡേർഡ് ആയിരിക്കും എന്നതാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നോക്കൂ, അത് യഥാർത്ഥത്തിൽ നല്ലൊരു കാര്യമായിട്ട് ഭവിക്കാനേ സാധ്യതയുള്ളൂ. നിങ്ങളുടെ മാർക്ക് ഇത്തിരി കുറഞ്ഞാലും കഴിഞ്ഞ വർഷത്തെ പോലെ 660 കിട്ടിയിട്ടും 650 കിട്ടിയിട്ടും 645 കിട്ടിയിട്ടും ഒക്കെ MBBS കിട്ടാതെ എൻ്റെ കുട്ടികൾ വീട്ടിലിരിക്കേണ്ട ഗതികേട് അടുത്ത വർഷം, അതായത് ഇനി നിങ്ങൾ എഴുതുന്ന എക്സാമിൽ ഉണ്ടാകൂല എന്നതാണ് ഞാൻ ഇതിൽ കാണുന്ന പോസിറ്റീവ് സൈഡ്. നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നമ്മുടെ കൺസേൺ ആക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി. എന്നാലും ഞാൻ പറയുകയാണ്, ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി. നിങ്ങൾക്ക് എല്ലാം പോസിറ്റീവായിട്ടേ ഭവിക്കുകയുള്ളൂ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ മക്കളെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ. അടുത്ത അപ്ഡേറ്റ്സ് വരുമ്പോൾ